ലിയോ ജോൺ പോൾ എന്ന് പറയുന്ന ഡയറക്ടറിനെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഇദ്ദേഹം ഒട്ടനവധി സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, എഡിറ്ററാണ്. സോ അദ്ദേഹം ഡയറക്ടറാവുന്ന ആദ്യത്തെ മൂവിയാണ് മാഗൻ എന്ന് പറയുന്ന വിജയ് ആന്റണി പ്രൊഡ്യൂസ് ചെയ്ത് മ്യൂസിക് ചെയ്ത് അഭിനയിച്ച ഈ ഒരു മൂവി. സോ ഇതൊരു കുറ്റാന്വേഷണ കഥയാണ് പറയുന്നത്. പക്ഷേ ഈ കുറ്റാന്വേഷണ കഥയെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തുന്ന കുറെ വെറൈറ്റി കണ്ടന്റ്സ് ആണ്. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടുത്തിയ ഒരു ഹൈ മൊമെന്റ്സ് ഉള്ള അങ്ങനെ പോകുന്ന ബ്രേക്ക് ത്രൂ കിട്ടി പോകുന്ന ഒരു മൂവിയല്ല. കുറെ ഫാന്റസി എലമെന്റ്സ് ഒക്കെ ചേർത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കഥ പറയാൻ ശ്രമിച്ച ഒരു മൂവിയാണ് മാർഗൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സോ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫാന്റസി എലമെന്റ്സ് ആണ്. സോ ഒരു ഫാന്റസി എലമെന്റ്സ് ഉൾപ്പെടുത്തുന്ന ആ ഒരു പോയിന്റിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിലെ ഒരു മെയിൻ ആക്ടർ ഉണ്ട്, ഈ ഒരു അജയ് ഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു ആക്ടറിന്റെ ഒരു ക്യാരക്ടറുണ്ട്. വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു റോളാണ് ഈ ഒരു മൂവിയിൽ. സോ ആ ഒരു റോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ആക്ടറിന്റെ പെർഫോമൻസ് ആണ് ഈ ഒരു മൂവിയുടെ ഒരു ഡീസെന്റ് പെർഫോമൻസ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്, എന്നിരുന്നാലും അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നുള്ള ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് ആണ്. അതിന് കൂടെ തന്നെ ആ ഒരു അന്വേഷണം കാര്യമായിട്ടുള്ള ഹൈ മൊമെന്റ്സും സംഭവങ്ങളും ഒന്നും അല്ലാതെ കൂടുതലായിട്ടും ആ ഒരു സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു ഫാന്റസി എലമെന്റ്സ് ഉൾപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മൂവിയാണിത്. ഒരു സിനിമയുടെ നെഗറ്റീവ് ആയിട്ട് വരുന്നത് സിനിമയിൽ കാണിക്കുന്ന പല സംഭവങ്ങളും അൺകൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നതും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്കിലോട്ടൊക്കെ പോകുന്നതും കുറെ സമയം കളയുന്നുണ്ട്. അതൊക്കെയാണ് സിനിമയുടെ നെഗറ്റീവ്സ്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്.